അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമുക്ക് കിട്ടിയ കരിമീനാണ് ഈ കാണുന്നത്. ഇന്നത്തെ അടിപൊളി ഫിഷിംഗ് ആയിരുന്നു നമ്മുടെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചൂണ്ടയിടാൻ പോവാണ്. കരിമീനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പോകുന്നത്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് പോകുന്നത്. ഇന്ന് എന്തായാലും നന്നായിട്ട് കരിമീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കൂടെ അച്ഛനും ഉണ്ട് ചൂണ്ടയിടാൻ. അച്ഛൻ കരിമീനിൽ ഭയങ്കര എക്സ്പേർട്ടാണ്, നമ്മളെപ്പോലെയല്ല. അപ്പോൾ ഇനി നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. കുറച്ചധികം ദിവസമായി നമ്മൾ മീൻ പിടിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ കുഞ്ഞൻ കരിമീനുകളൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. ഈ അസഹനീയമായ ചൂട് കാരണമാണ് ശരിക്കും നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ചൂണ്ടയ്ക്ക് ഇറങ്ങിയത്. പക്ഷെ നമ്മുടെ തീറ്റ ചെല്ലേണ്ട താമസം മീനുകൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഞാനും അച്ഛനും മാറി മാറി പിടിക്കുന്നുണ്ട്. അച്ഛനൊരു വലിയ കരിമീനെ കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു ചെറുതാണെങ്കിലും അച്ഛന് നല്ല സൈസ് കരിമീൻ കിട്ടിത്തുടങ്ങി. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും അച്ഛൻ ചൂണ്ടയുടെ കാര്യത്തിൽ ഭയങ്കര പുലിയാണ്, പ്രത്യേകിച്ച് കരിമീൻ പിടുത്തത്തിൻ്റെ കാര്യം. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ 1-2 ചേട്ടന്മാർ കരിമീൻ പിടിക്കുന്നുണ്ടായിരുന്നു. മീൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നുണ്ട്, കരിമീനൊക്കെ വലിപ്പമായിട്ടുണ്ടെന്ന്. ഇതിനു മുമ്പ് ഞങ്ങളൊരു 1-2 മാസം മുമ്പാണ് വന്നത്. ആ സമയത്ത് തീരെ ചെറിയ കരിമീൻ പള്ളത്തിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആണ് നമ്മൾ മെയിനായിട്ടൊരു ഗ്യാപ്പ് എടുത്തുകൊണ്ടിരുന്നത്. അച്ഛൻ മീൻപിടുത്തത്തിൽ എക്സ്പേർട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിടുമ്പോൾ ചെറിയ ടിപ്സൊക്കെ തന്നുകൊണ്ടിരുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ അച്ഛനും കൂടെ ഉണ്ട് ഫിഷിങ്ങിന്. അതുകൊണ്ട് തന്നെ നമുക്ക് കരിമീൻ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അച്ഛൻ കരിമീൻ എക്സ്പേർട്ടാണ്, കൂടുതലും പിടിച്ചേക്കുന്ന അച്ഛനാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കരിമീൻ വലിച്ച് താഴേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ചൂണ്ട പൊക്കി എടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ പൊങ്ങ് വലിച്ച് ചെറുതായിട്ട് താഴത്തേക്ക് താത്തുമ്പോൾ അത് വലിച്ചെടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞു തരും. ഇതിനാണ് ഈ മീൻ വരച്ച് എന്ന് പറയുന്നത്. അച്ഛൻ ഇടുന്ന എല്ലാ തീറ്റയ്ക്കും മീൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അങ്ങനെ എല്ലാ ഇടുന്ന ഓരോ തീറ്റയും മീൻ കൊണ്ടുപോവാണ്. അതിൻ്റെ ഇടയ്ക്കൊരു അടിപൊളി നല്ല സൈസ് കരിമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള കരിമീനാണ്. ഇത്ര സമയം കിട്ടിയതിൽ നല്ല സൈസുള്ള കരിമീൻ തന്നെയാണ് ഈ കിട്ടിയേക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പിടിക്കുന്ന മീൻ കൊല്ലിയിൽ കൊണ്ടിടൽ മാത്രമായി എൻ്റെ ഡ്യൂട്ടി. അത്രയ്ക്ക് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കിട്ടിയ ഒരു അടിപൊളി കരിമീനാണ്, സൈസുള്ള കരിമീൻ അച്ഛനൊക്കെ കിട്ടിയതാണ്. അച്ഛന് പിന്നെ വീഡിയോ എടുക്കുന്നതിലൊന്നും ശ്രദ്ധയില്ല. മീൻ പിടിക്കുന്നു, പുറകോട്ടിട്ട് തരുന്നു. ഞാൻ പെറുക്കി എടുത്ത് കൊണ്ട് കൊല്ലിയിലിടൽ മാത്രമായി ലാസ്റ്റ് എൻ്റെ ഡ്യൂട്ടി. നമുക്ക് നല്ലൊരു സൈസ് കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കിട്ടിയതിൽ ഏറ്റവും വലുപ്പമുള്ള കരിമീനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് കിട്ടിയ കരിമീനാണ് ഈ കാണുന്നത്. നമുക്കിന്ന് കുറേ കരിമീൻ കിട്ടിയിട്ടുണ്ട്.
കൂടുതലും അച്ഛനാണ് പിടിച്ചത്, പിന്നെ ഞങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ ഫിഷിങ്.